ടോക്സിക് ആണോ അഗ്ലോണിമ എന്ന് ചോദിച്ചാൽ അതൊരു ടോക്സിക് പ്ലാന്റ് ആണ്. കാരണം ഇതിൽ കാൽഷ്യം ഓക്സലേറ്റ് അടങ്ങിയിട്ടുണ്ട്. അൻസേഴ്സ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഗ്ലോണിമ അഥവാ ചൈനീസ് എവർഗ്രീൻ ഒരു ഫ്ലവറിംഗ് ഇൻഡോർ പ്ലാന്റ് ആണ്. ലോ ലൈറ്റ് കണ്ടീഷനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്ലാന്റ് ആണ് അഗ്ലോണിമ. അതുപോലെ തന്നെ അഗ്ലോണിമ കണ്ടുവരുന്ന ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലാണ്. അഗ്ലോണിമയുടെ പല വെറൈറ്റീസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്കിടയിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് അതിൻ്റെ ഗ്രീൻ വെറൈറ്റീസ് ആണ്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർഫുൾ ആയിട്ടുള്ള ഒത്തിരി ഡിസൈൻസ് വരുന്ന അതിൻ്റെ ലീവ്സ് ആണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ. അതിൻ്റെ ഗ്രീൻ വെറൈറ്റീസ് നമുക്ക് കുറഞ്ഞ റേറ്റിൽ നമുക്ക് നഴ്സറികളിൽ നിന്ന് വാങ്ങാൻ കഴിയും. ഒരു 100 മുതൽ 150, 250 ആ റേഞ്ചിലേക്ക് പോകുന്നതാണ് ഗ്രീൻ വെറൈറ്റീസ്. അത് എത്ര ബുഷിയായിട്ടിരിക്കുന്നോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും അതിൻ്റെ റേറ്റ്. ഒരു 1-2 തൈകളൊക്കെ ആണെങ്കിൽ നമുക്കൊരു 100 റുപ്പീസിനൊക്കെ കിട്ടും. പക്ഷെ അതിൻ്റെ റെഡ് കളറിലേക്ക് വരുമ്പോൾ അതിൻ്റെ റേറ്റ് കൂടി വരും. അതിൻ്റെ റെഡ് കളറിൽ തന്നെ കുറച്ച് റേറ്റ് കുറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്, എവർഗ്രീൻ ലിപ്സ്റ്റിക് പ്ലാന്റ്. അഗ്ലോണിമയുടെ ലിപ്സ്റ്റിക് വെറൈറ്റിക്കാണ് കുറച്ച് റേറ്റ് കുറഞ്ഞു വരുന്നത്. അല്ലാതെ ഈ ടൈപ്പിനൊക്കെ കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിരിക്കും. ഒത്തിരി റെഡ് ആയിട്ടുള്ളത് എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല. അതിനൊരു 550-600 റേഞ്ചിലേക്കാണ്. ആ ഡാർക്ക് കളർ റെഡ് കളർ കൂടുന്നതനുസരിച്ച് അഗ്ലോണിമയുടെ റേറ്റും കൂടും. അഗ്ലോണിമയ്ക്ക് നല്ല ഭംഗിയുള്ള ലീവ്സ് ആണ്. അതുപോലെ തന്നെ അഗ്ലോണിമയുടെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അതിൻ്റെ സ്റ്റെമ്മ്. ആ ലീഫിൽ വരുന്ന ആ ഒരു പിങ്ക് ഷെയ്ഡ് അതിൻ്റെ സ്റ്റെമ്മിലേക്കും വരും. എത്ര ബ്യൂട്ടിഫുൾ ആണ് അതിൻ്റെ ആ സ്റ്റെമ്മ്. അതുകൊണ്ട് തന്നെ കാണാൻ ഇതിൻ്റെ സ്റ്റെമ്മിൽ ഈ കളർ ഉണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രീൻ വെറൈറ്റിക്ക് ഇത്രയും ഭംഗിയുള്ള സ്റ്റെമ്മല്ല. ഗ്രീൻ വെറൈറ്റിയുടെ സ്റ്റെമ്മ് കുറച്ച് ഗ്രീനിഷ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ റെഡ് വെറൈറ്റിക്ക് ഇത്ര റേറ്റ് വരുന്നത്. ഇതിലും റെഡ് ആവുമ്പോൾ ഈ സ്റ്റെമ്മിന്റെ പോർഷനും ഒത്തിരി ഭംഗിയായിട്ട് വരും. ലീഫ് ആൻഡ് സ്റ്റെമ്മ് പോലെ തന്നെ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് അഗ്ലോണിമ. അഗ്ലോണിമ അത്യാവശ്യം മെച്ചുവേർഡ് ആയി കഴിയുമ്പോഴാണ് അത് ഫ്ലവർ തന്നു തുടങ്ങുന്നത്. ഫ്ലവർ ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട്. എന്നാൽ ചിലർക്ക് ഒരു വിശ്വാസമുണ്ട്, ഫ്ലവർ വന്നു കഴിഞ്ഞാൽ പ്ലാന്റ് മെച്ചുവേർഡ് ആയി, പിന്നീട് അതിന് അത്രയും ലീവ്സിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്യില്ല, പിന്നെ ആ ഫ്ലവർ വന്ന് ആ ചെടി കംപ്ലീറ്റ് ആകുന്ന വിശ്വാസമുള്ളവർ ആ ഫ്ലവർ കട്ട് ചെയ്ത് കളയാറുണ്ട്. അങ്ങനെ റിമൂവ് ചെയ്ത് കളഞ്ഞാലും അതിൽ കണ്ടിന്യൂ ചെയ്താലും ആ പ്ലാന്റിന് വേറെ പ്രോബ്ലം ഒന്നും വരുന്നില്ല. പുതിയ ഷൂട്ട്സ് വീണ്ടും വരും. അങ്ങനെ അതിൻ്റെ ഭംഗി അത് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അഗ്ലോണിമ പ്ലാന്റ്. അതുപോലെ തന്നെ അഗ്ലോണിമ നമുക്കിടയിൽ ഇത്രയും പോപ്പുലർ ആവാൻ കാരണം ഫസ്റ്റ് റീസൺ നമ്മൾ പറഞ്ഞു, അതിൻ്റെ ലീഫ്, സ്റ്റെമ്മ്, ഫ്ലവർ ഒക്കെ അട്രാക്റ്റീവ് ആണ്. അതുകൊണ്ട് ഇൻഡോറിൽ നമുക്ക് ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. അതുപോലെ കെയർ ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് അഗ്ലോണിമ. ഒത്തിരി കെയർ ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം. നല്ല ഒരു ഹാർഡി പ്ലാന്റ് ആണ് അഗ്ലോണിമ. അഗ്ലോണിമയുടെ ഗ്രീൻ വെറൈറ്റീസ് വളർത്താൻ ഒത്തിരി എളുപ്പമാണ്. നമ്മുടെ ഇടയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ്. ഒരു കെയറും ഇല്ലാതെ തന്നെ നന്നായി ഈ ഗ്രീൻ ഷെയ്ഡിലുള്ള അഗ്ലോണിമാസ് ഒക്കെ വളർന്നോളും. കുറച്ചുകൂടി ഒരു കെയർ കൊടുത്താൽ നമുക്ക് ഈ റെഡ് വെറൈറ്റീസിനെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് സൺലൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ് അഗ്ലോണിമ. എന്നിരുന്നാൽ തന്നെ അതിന് ഇടയ്ക്കൊക്കെ നമ്മളൊന്ന് പുറത്തേക്ക് വെച്ച് സൺലൈറ്റ്, അതായത് ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ലൈറ്റ് ഇതിന് കിട്ടുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഒരിക്കലും നമ്മൾ അതിന് ആഫ്റ്റർനൂൺ ഉച്ചയ്ക്കുള്ള ആ കത്തി വരുന്ന വെയിൽ കൊള്ളിക്കാൻ ഇടവരുത്തരുത്. കാരണം അതിൻ്റെ ലീവ്സ് ഒക്കെ ഒരു ബ്ലാക്ക് കളർ ആകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വാട്ടറിങ് പറയുകയാണെങ്കിൽ
നമ്മൾ വാട്ടർ ചെയ്യുമ്പോൾ ഏത് ടൈപ്പ് ഓഫ് സോയിലാണ് അഗ്ലോണിമ നിൽക്കുന്നത് എന്ന് നോക്കിയിട്ട് വേണം വാട്ടർ ചെയ്യാനായിട്ട്. ഇൻഡോറിലൊക്കെ വെക്കുമ്പോൾ കൂടുതലായിട്ടും കൊക്കോപിറ്റുള്ള ഒരു സോയിലാണ് നമ്മൾ അഗ്ലോണിമ നട്ടിട്ടുള്ളെങ്കിൽ അതിൽ ഒത്തിരി വാട്ടർ റിട്ടൈൻ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സോയിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വാട്ടറിങ് ഇൻ്റർവെല്ല് ഇത്തിരി കൂട്ടി കൊടുക്കാം. ഒരു ആഴ്ചയിൽ ഒരു തവണയൊക്കെ അത് നനച്ചാൽ മതിയായിരിക്കും. എന്നാൽ നമ്മൾ ഗാർഡൻ സോയിലിൽ നട്ടിട്ടുള്ള ഗ്രീൻ വെറൈറ്റീസ് ഒക്കെ ആണെങ്കിൽ അത് വേഗം ഡ്രൈ ആകാനുള്ള സോയിൽ, പെട്ടെന്ന് ഡ്രൈ ആകുന്ന സോയിലാണെങ്കിൽ നമ്മൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ വാട്ടർ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതിനും നമുക്കൊരു ടൈം ഇൻ്റർവെല്ല് പറയാൻ പറ്റില്ല. നമ്മളെപ്പോഴും സോയിൽ നമ്മുടെ പോട്ടിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. ഒരിക്കലും അത് ഓവർ ഡ്രൈ ആയി പോകാൻ നമ്മൾ അനുവദിക്കരുത്. അങ്ങനെ പോട്ടിലെ സോയിൽ ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലീവ്സ് ഒക്കെ ഒരു യെല്ലോ കളറിലായി നമ്മുടെ ചെടി ഡെഡ് സ്റ്റേജിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അതിനു മുന്നേ നമ്മൾ വാട്ടർ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഫെർട്ടിലൈസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിന് ഒരുപാട് ഫെർട്ടിലൈസേഴ്സ് വേണ്ടാതെ തന്നെ നന്നായി വളരുന്ന ഒരു പ്ലാന്റ് ആണ് അഗ്ലോണിമ. എന്നിരുന്നാൽ കൂടി നമുക്ക് 2 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് മാസത്തിൽ ഒരിക്കലോ നമുക്ക് വെർമി കമ്പോസ്റ്റോ ചാണകമോ ഇതിന് ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കാം. പോട്ടിംഗ് മിക്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഇൻഡോറിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ കൂടുതൽ നമുക്ക് കൊക്കോപിറ്റ് അതിലേക്ക് എടുത്താൽ മതി. കൊക്കോപിറ്റ് അതുപോലെ തന്നെ പെർലൈറ്റ്, അത്യാവശ്യം വേണ്ട കമ്പോസ്റ്റും ഗാർഡൻ സോയിലും നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇനി അല്ല ഗാർഡൻ സോയിൽ തന്നെ ഈ ഗ്രീൻ ഷെയ്ഡിലുള്ള പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഗാർഡൻ സോയിൽ നന്നായിട്ട് വളരുന്നതാണ്. അപ്പോൾ പോട്ടിംഗ് മിക്സിൽ കൊക്കോപിറ്റ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. ഇൻഡോറിൽ വെക്കുമ്പോൾ കുറച്ചധികം കൊക്കോപിറ്റ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കും. ടോക്സിക് ആണോ അഗ്ലോണിമ എന്ന് ചോദിച്ചാൽ അതൊരു ടോക്സിക് പ്ലാന്റ് ആണ്. കാരണം ഇതിൽ കാൽസ്യം ഓക്സലേറ്റ് അടങ്ങിയിട്ടുണ്ട്. അത് ഒരു തരം ക്രിസ്റ്റൽ ഫോമിലുള്ള കോമ്പൗണ്ടാണ്. അത് നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കൊക്കെ കുറച്ച് ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിനെ നമ്മൾക്ക് നമ്മുടെ പെറ്റ്സിൽ നിന്നും ബേബീസിൽ നിന്നും ഒക്കെ കുറച്ച് മാറ്റി വയ്ക്കാം. എന്നിരുന്നാൽ കൂടി നമ്മളത് ഇൻഡോറിൽ കീപ്പ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യാം. അതിൻ്റെ ആ ഒരു ജ്യൂസ്, ആ സ്റ്റെമ്മിലൊക്കെ ഉള്ള ജ്യൂസ് നമ്മുടെ കയ്യിൽ വീഴുമ്പോഴാണ് ഈ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുക. അപ്പോൾ കുട്ടികളും പെറ്റ്സും ഒക്കെയാണ് ഇത് അറിയാതെ കൺസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ അത് എടുക്കുമ്പോൾ ആ സാപ്പൊക്കെ ജ്യൂസൊക്കെ നമ്മുടെ കൈകളിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇറിറ്റേഷൻ ഉണ്ടാകും. ഒത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കാണ് ഈ പ്രോബ്ലം കൂടുതൽ കാണുക. സോ അതാണ് അഗ്ലോണിമ ഒരു ടോക്സിക് പ്ലാന്റ് ആണെന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ 2 രീതിയിൽ നമുക്ക് അഗ്ലോണിമ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഒന്ന് അതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് വാട്ടറിൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സോയിലിൽ നട്ട് പിടിപ്പിക്കാവുന്നതാണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഈ ചെടിയിൽ ഒത്തിരി പുതിയ ഷൂട്ട്സ് വരുന്ന ബുഷി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ റൂട്ട്സിൽ നിന്ന് ഓരോ ഷൂട്ടും വേർതിരിച്ചെടുത്ത് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. ഇനി അതുപോലെ തന്നെ ഈ അഗ്ലോണിമ പ്ലാന്റ് ഒരു സ്ലോ ഗ്രോത്ത് ഉള്ള ഒരു പ്ലാന്റ് ആണ്. പുതിയ ഷൂട്ട്സ് വരാനായിട്ട് കുറച്ചൊന്ന് ടൈം എടുക്കും. അതുപോലെ തന്നെ ഇതിന് ഹൈറ്റ് ഒക്കെ ആണെങ്കിൽ മാക്സിമം ഒരു 4 അടി വരെയൊക്കെയാണ് ഇതിന് ഹൈറ്റ് വരിക. ചെടിക്ക് പറയുകയാണെങ്കിൽ ഒരു പ്രോബ്ലം ഫ്രീ പ്ലാന്റ് ആണ് അഗ്ലോണിമ. പിന്നെ അതിന് വരാവുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വെള്ളീച്ച ശല്യം നമ്മുടെ ഗാർഡനിലെ വേറെ ഏതെങ്കിലും ഒരു പ്ലാന്റിനെ വെള്ളീച്ച അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിലൂടെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വെള്ളീച്ച ശല്യം വരികയാണെങ്കിൽ നമുക്ക് നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതല്ല മഴക്കാലമൊക്കെയാണ്, വേണമെങ്കിൽ നമുക്ക് ഫംഗൽ അറ്റാക്ക് വരാം. അങ്ങനെയുള്ള കേസിൽ നമുക്ക് നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതുകൂടാതെ തന്നെ നമ്മൾ ഓവറായിട്ട് വാട്ടർ ചെയ്യുകയോ അല്ലെങ്കിൽ അണ്ടർ വാട്ടറിങ്ങോ ഇതിൻ്റെ റൂട്ട്സിന് കേടുവരുത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടറിങ് എപ്പോഴും ശ്രദ്ധിക്കണം. ഒത്തിരി ഡ്രൈ ആകാനോ എന്നാൽ ഒത്തിരി വാട്ടർ ഒഴിച്ച് വാട്ടർ അതിൽ കെട്ടിക്കിടക്കാനോ നമ്മൾ അനുവദിക്കരുത്. അപ്പോൾ ആ റൂട്ട്സ് ഒക്കെ ചീഞ്ഞു പോകാൻ ഇടയാകും. ഇനി കോമൺ ആയിട്ട് എല്ലാ പ്ലാന്റ്സിനെയും ശത്രുവാണ് നമ്മുടെ ഈ സ്നെയില്. എൻ്റെ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുള്ള ഒരു സ്നെയിലാണിത്. നമ്മൾ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരുന്നാലാണ് ഇവരെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ.
കണ്ടുപിടിച്ച് കൊല്ലുക മാത്രമേ ഇതിന് വഴിയുള്ളൂ. അപ്പോൾ സ്നെയിൽ അറ്റാക്ക് ചെയ്തൊരു പ്ലാന്റ് ലീഫാണിത്. നമുക്ക് എന്നും ഗാർഡനിൽ നമ്മൾ ഇറങ്ങി നോക്കിയാൽ നമ്മുടെ പ്ലാന്റ്സിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ലീവ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ആ പരിസരത്ത് എവിടെയോ സ്നെയിലുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വാച്ച് ചെയ്ത് നശിപ്പിച്ച് കളയാം.